ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ പോയത് വെട്ടിക്കോട്ട് അമ്പലത്തിലാണ്. ഓട്ടോയിലാണ് പോയത്. മഴ ആയതുകൊണ്ട് ബൈക്കിൽ പോയാൽ മൊത്തം നനഞ്ഞ് സമയം ഒരുപാട് എടുക്കും. നനഞ്ഞ് ഇറങ്ങിയും കയറിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരുവാകും. അതുകൊണ്ട് നേരെ ഓട്ടോയിൽ ഫസ്റ്റ് പോയ വെട്ടിക്കോട്ട് അമ്പലത്തിലാണ്. ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തിരക്കുറവുള്ള ദിവസം നോക്കിയാണ് പോയത് കേട്ടോ. ഞാൻ ഇപ്പോൾ വെട്ടിക്കോട്ട് മുതൽ ആദ്യം ഇവിടെയാണ് തൊഴുന്നത്. അവിടെ ആണ് ആദ്യം തൊഴേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല. പിന്നെ അമ്പലത്തിൽ ചിറയിൽ വെള്ളമൊക്കെ നല്ല നിറഞ്ഞ നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. ഇതാണ് അമ്പലത്തിൽ. നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ നോക്കി പോകുന്ന ഇച്ചിരി നല്ലതായിരിക്കും. പിന്നെ അവിടെ 100 പാല് ഈ പറഞ്ഞേക്കുന്ന ഡേറ്റിലേ നടത്തുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം നിന്നില്ല. തിരിച്ച് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ കായംകുളത്ത് വന്നിട്ട് അവിടുന്ന് നേരെ മണ്ണാർശാലയ്ക്കാണ് അടുത്തത് പോയത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്, ഇങ്ങനെ മാറിയും തിരിഞ്ഞും. മഴ സീസണാകുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളാണല്ലോ. അപ്പം നേരെ ഞങ്ങൾ മണ്ണാറശാല എത്തി. മണ്ണാറശാല അവിടെ ഗോപുരത്തിൻ്റെ ഒരു എൻട്രൻസാണ് ഇപ്പോൾ കാണുന്നത്. മണ്ണാറശാലയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി 11:15 ആ ഒരു സമയമായി അമ്പലത്തിലെത്തിയപ്പം. പിന്നെ അമ്പലത്തിന് പുറത്തൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ നിന്ന് തൊഴുതിട്ടൊക്കെ പോകുന്നവരായിരുന്നു കൂടുതലും. ഞാൻ മണ്ണാറശാല ഫണ്ട് പോയിട്ടുണ്ട്. തീരെ കുഞ്ഞായിരുന്നു അപ്പോഴാണ്, പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അമ്പലത്തിനകത്ത് കയറി എല്ലാം തൊഴുതു. ഇത് നിലവറയുടെ ഭാഗമാണ്. ഇവിടെയാണ് അമ്മ ദർശനം തരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ദർശനം 15 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അന്നദാന മണ്ഡപത്തിൽ പോയി. അവിടെ പോയി കൂപ്പൺ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. കൂപ്പണായിട്ട് കയറി അത് കയറി കഴിച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു മണിയോളം ആയപ്പോൾ ഇറങ്ങി നേരെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആ ഗോപുരം വഴിയാണ് പോയത്. അമ്പലത്തിൽ കയറിയില്ല, സമയമില്ലാത്തതുകൊണ്ട്. നേരെ വീട്ടിലെത്തിയപ്പോഴാണ് ബൈക്ക് പണി വന്നത്. അതുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ പോയി ഫുൾ ടാപ്പ് മാറി. ഇതാണ് ഫുൾ ടാപ്പ്. 220 രൂപയാണ് ഫുൾ ടാപ്പിന്, പൾസറിൻ്റെ. ഇങ്ങനെ അതും മാറിയിട്ട് നേരെ വൈകുന്നേരം 2 അമ്പലത്തിലൂടെ പോകാനുണ്ടായിരുന്നു. നേരെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി. അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് പോകാൻ പറ്റാതിരുന്ന കുറേ അമ്പലങ്ങളാണ്, അപ്പോൾ ഒരു ദിവസം അതിനായിട്ട് എടുത്തു. അങ്ങനെ അവിടെയും കയറി കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ടായിരുന്നു, അത് നടത്തി. ഇവിടെയാണ് കേട്ടോ മറ്റേ കുരങ്ങന്മാരൊക്കെ, അമ്പലക്കുരങ്ങന്മാരൊക്കെ ആഹാരം കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ കുരങ്ങന്മാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ. ടെറ്റബൈ.